ഹായ് ഹലോ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവളെന്നെ മുടി അഴിച്ചിട്ടൊരു പ്രാന്തികളെ പോലെ വന്നേക്കണേന്നല്ലേ. ഇതിനൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നമ്മളിന്ന് ഹോം മെയ്ഡായിട്ട് നല്ല ഭംഗിയായിട്ട് മുടി കേൾ ചെയ്യാൻ പോവാട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് മുടി ഒന്ന് നേർവാകച്ചിലെടുത്തോളൂ കേട്ടോ. ഈ ഒരു സൈഡ് നമുക്ക് വേറെ കെട്ടി വെക്കാം, അല്ലെങ്കിൽ അത് ഭയങ്കര ശല്യമായി മാറും. നമുക്ക് വേറെ ഒന്ന് ഇത് കെട്ടി വെക്കാം വേറെ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേള് ചെയ്യാത്ത മുടി ഒഴിച്ച് ബാക്കിത്തെ മുടിയും കൂടെ കെട്ടി വെക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്നിച്ചാകുമ്പോൾ ഭയങ്കര പാടായിരിക്കും, നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതും കൂടെ ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പം ഞാൻ ഇത്രയും ഭാഗമാണ് കേളി എടുത്തേക്കണേ. നിങ്ങൾക്ക് ഏത് ഭാഗമാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യുക. അപ്പോൾ കേളി ചെയ്യാനുള്ള ഭാഗം നമുക്ക് ശരിക്കും ഒന്ന് ചെടയൊക്കെ കളഞ്ഞെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നിങ്ങൾക്ക് പെൻസിലോ പേനയോ അല്ലെങ്കിൽ ലിപ് പെൻസിലോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് കാജളാണ്. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇതുപോലത്തെ ഒരു സാധനം ആയാൽ മതി. നമുക്ക് ചെട കളഞ്ഞ മുടി ഇതുപയോഗിച്ച് ഒന്ന് ചുരുട്ടി കൊടുക്കാം. ചുരുട്ടി കൊടുക്കാം. മറ്റേ ഇതും കൂടെ അഴിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആ മുടിയും കൂടെ ഈ നമ്മൾ ചുരുട്ടുന്നതിൻ്റെ കൂടെ കൂടിപ്പോവും, പിന്നെ മുടി പൊട്ടിപ്പോവും, അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടം വരെ മടക്കി വെക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ട സാധനം ഹെയർ ഡ്രയർ ആട്ടോ. ഇത് കയ്യിൽ ഇല്ലാത്തവർക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കാരണം കൊണ്ട് ഞാനിത് എടുത്തു എന്നുള്ളൂ. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാൻ. ഇത് കയ്യിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് മതി. ഒരുപാട് ചൂടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ മുടി എൻ്റെ കയ്യിലിരിക്കും കരിഞ്ഞ്. അപ്പം നമുക്ക് റിസൾട്ട് നോക്കിയാലോ. ഇതിൻ്റെ ഇങ്ങനെ ഇരിക്കണേ നോക്കണ്ടേ. ഇത് നോക്കിക്കേ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇത്രയും ഭാഗം കേട്ടോ അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച അത്രയും ചുരുണ്ട് ഇരിക്കാത്തേ ഉള്ളൂ. ബാക്കി ഭാഗം നന്നായിട്ട് ചുരുണ്ടല്ലേ ഇരിക്കണേ. നല്ല രസമുണ്ടല്ലേ. ഇത് നമുക്ക് ഡെയിലി ഒന്നും പുറത്ത് പോകുമ്പോൾ ചെയ്യാൻ പറ്റില്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോൾ ഇതുപോലെ നല്ല കേളി നല്ല സൂപ്പറാക്കിക്കൊണ്ടാ നമുക്ക് ആ കേളി ചെയ്യാനുള്ള അടുത്ത ഭാഗം കൊടുക്കാം കേട്ടോ. അപ്പോൾ കേളി ചെയ്യാനുള്ള അടുത്ത ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ആദ്യത്തെ പോലെ തന്നെ ബാലൻസ് വരുന്ന മുടി കെട്ടിക്കൊടുക്കുക കേട്ടോ. ഓരോ മുടി നമ്മൾ കേളി എടുക്കുമ്പോഴും നന്നായിട്ട് ചെട കളയണം കേട്ടോ. ഇതൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ ആയുധം വീണ്ടും കയ്യിലെടുക്കുക, നീട്ടി പിടിക്കുക, മുടക്കി കൊടുക്കുക. നമുക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കേളി ചെയ്ത് ഒക്കെ നല്ല സൂപ്പറായിട്ട് പോവാട്ടോ. അതിന് നമ്മൾ ഇതുപോലെ ചെയ്ത് ഒരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് മുകളിൽ കെട്ടി വെക്കണം. എന്നിട്ട് രാവിലെ അഴിച്ചു നോക്കുമ്പോൾ അത് കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. എനിക്കിത് ചെയ്തിട്ടിട്ട് നല്ല ഭംഗിയായിട്ട് തോന്നി കേട്ടോ. എൻ്റെ ടൈപ്പ് മുടിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ കുറച്ചും കൂടി നന്നായിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം
എൻ്റെ മുടി കണ്ടാലറിയാം ഒരു ചുരുണ്ട പോലത്തെ മുടിയാണ്. എന്ത് കോപ്രായം കാട്ടിയാലും അതുപോലെ തന്നെ ഇരുന്നോളൂ. അത് കാരണം പറഞ്ഞതാണ്. ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ എല്ലാ മുടികളും ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ മുടി കണ്ടാൽ അറിയാം വലിയ ഉള്ളൊന്നുമില്ല. പിന്നെ ഈ ചുരുണ്ട് കിടക്കണ കാരണം കൊണ്ട് നമുക്ക് ഉള്ളുള്ള പോലെ തോന്നണതാണ് കേട്ടോ. ഈ മുടിയൊക്കെ ഇങ്ങനെ ഒറ്റയായിട്ട് പിന്നിയൊക്കെ കെട്ടിക്കഴിയുമ്പോഴാണ് എൻ്റെ ശരിക്കുള്ള ഉള്ളു മനസ്സിലാവുള്ളൂ. ഇപ്പം ഇങ്ങനെ വിടർന്ന് കിടക്കണ കാരണം ചുരുണ്ട മുടിയായ കാരണം അങ്ങനെ തോന്നുന്നതാണ്. പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കേളി ചെയ്തിട്ടുണ്ട് പോകാമായിരുന്നു കേട്ടോ. അതായത് ഇതുപോലെ ഫുള്ളല്ല കേട്ടോ, ഒരിച്ചിരി മുടി എടുത്തിട്ട് ഫ്രണ്ടിൽ മാത്രം ഇങ്ങനെ കേളി ചെയ്ത് ഇടുമായിരുന്നു. ഒരു നല്ല രസമാണ് അങ്ങനെ ഇടുമ്പോൾ. എനിക്ക് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് മുടി പോയൊന്നുമില്ലായിരുന്നു. അപ്പോൾ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞ് കുറേ മുടി ഇങ്ങനെ പോയിട്ട് നീട്ടം വയ്ക്കും. പക്ഷെ ഉള്ളൊന്നുമില്ലാണ്ട് ഇത്ര പോലും ഇല്ലായിരുന്നു കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ചുമ്മാ നീട്ടം വെച്ചെടുക്കും, പക്ഷെ ഒട്ടും ഉള്ളില്ല. എന്നിട്ട് പിന്നെ നമ്മൾ പോയി അത് ഷോർട്ടാക്കി വെട്ടിയെടുത്തതാണ്. കിടക്കുമ്പോൾ വൃത്തിക്ക് കിടക്കണമല്ലോ. എനിക്കാണെങ്കിൽ നീട്ടം വയ്ക്കുന്നതിലുപരി കിടക്കുമ്പോൾ ഒരു ഇച്ചിരി വൃത്തിക്ക് കിടക്കണം എന്നൊരു മൈൻഡുള്ള ആളാണ്. നമ്മൾ ചെയ്യണത് ഫുള്ളിങ്ങനെ ഓടിച്ചു വിടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ചെയ്യണത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ച് തന്നതാണല്ലോ. ഓരോ ഭാഗം എടുത്ത് ഇങ്ങനെ ഫുള്ള് കേളി ചെയ്യണത് നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം വീഡിയോയുടെ ലെങ്ത്ത് കൂടി പോവും. പിന്നെ നിങ്ങൾക്കത് ഭയങ്കര ലാഗായിരിക്കും. അതാണ് ഞാനിങ്ങനെ അത്ര ഭാഗമൊക്കെ ഓടിച്ചു വിടുന്നത്. ഒരാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കിടന്ന നുലോളിയല്ല കരച്ചിലാണ്. പിന്നെ ഞാൻ ഇനി ഈ ചെയ്തു വെച്ചേക്കണൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയും. മോൾ എഴുന്നേറ്റ് നുലോളിയാണ്. വേറൊന്നുമല്ല, ആൾക്ക് ഹെയർ ഡ്രയറിൻ്റെ സൗണ്ട് പേടിയാട്ടോ. ഉറങ്ങുമായിരുന്നു. ആ ഒരു ധൈര്യത്തിലാണ് ഞാനത് എടുത്ത് ചെയ്തത്. പക്ഷെ അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് ആളെ എഴുന്നേറ്റു. ഇനി ഇതും വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? എനിക്കിന്ന് ഒന്നും ചെയ്യാൻ പറ്റും തോന്നുന്നില്ല ഗൈസ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഉറങ്ങുമായിരുന്നു പക്ഷെ. അപ്പോൾ ഒരു സൈഡ് കംപ്ലീറ്റ് നമ്മൾ കഴിഞ്ഞു കേട്ടോ. ഇനി ഇപ്പുറത്തെ സൈഡാണ്. ഞാൻ ഹെയർ ഡ്രയർ ഓണാക്കുന്നില്ല കേട്ടോ. ഓണാക്കി കഴിഞ്ഞാൽ ആളൊന്നുകൂടെ പ്രശ്നം ഉണ്ടാക്കും, കരയും, പേടിയാണ്. അപ്പോൾ ഇത് ഹെയർ ഡ്രയർ ഇല്ലാത്തവർക്ക് വേണ്ടി ചെയ്യുന്നു. അപ്പോൾ ഇത് ഹെയർ ഡ്രയർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്ത് കാണിക്കുന്നു കേട്ടോ. നമുക്ക് നോക്കിയാലോ. ഇങ്ങനെ ഊരിയെടുക്കാം കേട്ടോ. കണ്ടോ? ഹെയർ ഡ്രയറൊന്നും വീട്ടിലില്ലാത്തവർക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ ആദ്യം കാണിച്ച പോലത്തെ അതേ സ്റ്റെപ്പ് തന്നെ ചെയ്യാം കേട്ടോ. ഒരാൾ അവിടെ ഇരുന്ന് മേക്കപ്പ് ഇടുവാണ് അല്ലേ. എനിക്ക് എങ്ങനെയെങ്കിലും ഈ വീഡിയോ ഒന്ന് തീർക്കണമെന്നുണ്ട്. ആളെ ഞാൻ സോപ്പിട്ട് നിർത്തിയേക്കുക. ഇപ്പം സമയം ഒരു 12:30 കഴിഞ്ഞു കേട്ടോ. ആൾ നല്ല ഉറക്കമായിരുന്നു. ഈ ഹെയർ ഡ്രയർ ഓണാക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ സൗണ്ട് ഭയങ്കര പേടിയാണ്. അത് കേട്ടിട്ട് എഴുന്നേറ്റതാണ്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഫുള്ള് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഓരോ ഉറപ്പുമില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തല്ലോ, അപ്പോൾ ഇത് കംപ്ലീറ്റ് ആക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഇതുവരെ ഉറങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ അതും ഇതൊക്കെ ഇട്ട് കൊടുത്ത് ആളെ സമാധാനമാക്കി വെച്ചേക്കുവാണ്. ഇനി ഹെയർ ഡ്രയർ ഓണാക്കി കഴിഞ്ഞാൽ പണി പാളും. അത് കാരണം ഞാനത് ഭദ്രമായിട്ട് എടുത്ത് വെച്ചു. അപ്പം നമ്മൾ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയല്ലേ? നമ്മൾ രസമില്ലേ? ഈ ഭാഗത്തെ 1-2 മുടി നാശമായിപ്പോയി. കാരണം ആദ്യം മോള് എഴുന്നേറ്റ് പ്രശ്നം ഉണ്ടാക്കിയ കാരണം കൊണ്ട് ഞാൻ കുറച്ച് നേരം ആളുടെ കൂടെ കിടക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ ഭാഗത്തെ മുടി കോലായിപ്പോയി. അപ്പോൾ നമുക്ക് കുഞ്ഞു പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് മടക്കി റെഡിയാക്കി കൊടുത്തിട്ട് കാണാം. ഇപ്പോൾ കണ്ട ഏത് രാജ്യക്കാരിയായിട്ട് തോന്നും ഗൈസ്?
ഇത് ഇപ്പോഴാണ് ശരിക്കും ഭ്രാന്തിയായി തോന്നുന്നു അല്ലേ. ഇത് നമുക്ക് ഡെയിലി ഒന്നും പുറത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും കല്യാണ ഫംഗ്ഷൻ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ വെറുതെ പാർലറിൽ പോയി. അപ്പോൾ ഇതാ നമ്മൾ 2 സൈഡിലെ മുടി കേൾ ചെയ്തിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഭാഗം ഹെയർ ഡ്രയർ ഉപയോഗിച്ചൊന്ന് ചൂടാക്കിയായിരുന്നു. ഈ ഭാഗം നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഭാഗമായിട്ട് കുറച്ചും കൂടി നന്നായിട്ടും ഭംഗിയിലും വന്നേക്കണേ. കണ്ടോ, ഈ ഭാഗം അത്രയും. ഇനി ചിലപ്പോൾ ഞാൻ കുഞ്ഞിൻ്റെ കൂടെയൊക്കെ അത്ര ഈ ഒരു ഭാഗം ചെയ്തിട്ട് കുഞ്ഞിൻ്റെ കൂടെ കുറേ നേരം ഇരിക്കുകയും കിടക്കുകയും കളിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്നോടെയും പറയുകയാണ്, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. എങ്ങനെയുണ്ട് അമ്മയുടെ മുടി? എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടോ കാണാൻ? നല്ല രസമുണ്ടോ? അമ്മേനെ നോക്കിയില്ലല്ലോ. നോക്കി. എങ്ങനെയുണ്ട് അമ്മയുടെ മുടി കാണാൻ? നല്ല രസമാണ്. നല്ല രസമാണ്. നല്ല രസമാണോ?